എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 3 വയസ്സുള്ളൊരു കുട്ടീൻ്റെ അളവിൽ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി നമ്മളിവിടെ 2 തരം ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. രണ്ടും നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. മറ്റേത് പ്ലെയിൻ ആയിട്ടുള്ള നെറ്റാണ് എടുത്തിട്ടുള്ളത്. രണ്ടിനും നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് സാറ്റിൻ്റെ ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം യോക്ക് പാർട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിനെ നമ്മൾ രണ്ടാക്കി മടക്കിയിടുകയാണ്. രണ്ടാക്കി മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. അതായത് ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടുള്ള ചെസ്റ്റ് അളവിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 5.5 ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 7.5 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് മടക്കിയിടുക. അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണോ യോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതായിരിക്കണം നിങ്ങൾ മടക്കിയിടേണ്ട പീസിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ മടക്കിയിട്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 5 ഇഞ്ചാണ്, 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോളും 5 ഇഞ്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആം ഹോൾ കുഴിച്ച് വരച്ചു. കുഴിച്ച് വരച്ചതിന് ശേഷം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ മുകളിലേക്ക് നെറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ചെറിയൊരു പോർഷനിൽ നമ്മൾ നെറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അതെന്ന് വെച്ചാൽ 3 വയസ്സുള്ള കുട്ടീൻ്റെ അളവായതുകൊണ്ടാണ് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ കുട്ടിക്ക് എത്രത്തോളം പറ്റുമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം മാർക്ക് ചെയ്ത, അതായത് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്ത ലൈനിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടുന്ന് മുകളിലേക്ക് നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര മാർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ ഇതേപോലൊരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇതേപോലെ ഷേപ്പ് വരച്ചതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ താഴത്തെ അളവ് കൊടുക്കുക. ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ കുട്ടീൻ്റെ ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തതിന് ശേഷം ആ 2 ലൈനും കൂടി നമ്മൾ യോജിപ്പിച്ച് വരച്ചു. പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഷേപ്പ് വരച്ച ഭാഗം കട്ട് ചെയ്തു, ആം ഹോൾ വരച്ച ഭാഗം കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 പീസ് ഉണ്ടല്ലോ, 2 പീസിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ഡിസൈൻ, അതായത് ഒരു കർവ് പോലെ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിലത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാണ്. ഫ്രണ്ടിലത് നമ്മളിപ്പം വരച്ച ഡിസൈൻ പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും നെറ്റിൽ വെക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കാണുന്ന രീതിയിലാണ് നമ്മുടെ പീസ് രണ്ടും വരുന്നുണ്ടാവുക കേട്ടോ. ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നല്ല തുണി ഒന്ന് കട്ട് ചെയ്യണം. നല്ല തുണി ഇതേപോലെ നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഡ്ത്തും ലെങ്ത്തും നമ്മുടെ കുട്ടിക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിലേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം, ആം ഹോൾ മാർക്ക് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷോൾഡർ ആം ഹോൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇനി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിന് ഞാൻ 2 ഇഞ്ചാണ് നെക്ക് പിടുത്ത് കൊടുക്കുന്നത്. 2 ഇഞ്ച് തന്നെയാണ് ഇറക്കം കൊടുക്കുന്നത്. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ അളവ് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അളവ് പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് നെറ്റിൽ വെക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ. താഴെ കൊടുക്കാൻ ഞാൻ ഓറഞ്ച് കളറിൽ, ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള നെറ്റാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ എടുത്തിട്ടുണ്ട്. 2 മീറ്റർ എടുത്തിട്ട് അതിന് കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രിൽസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ, അതായത് നേരത്തെ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം, കണ്ടു നോക്കൂ കേട്ടോ. ഇനി ബാക്കിൽ ഞാൻ ചെറിയ രീതിയിലൊരു ലവ് ചിഹ്നം അതായത് ലവിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സിബൊന്നും അല്ല കൊടുക്കുന്നത്, ഈ ഒരു ഷേപ്പാണ് ബാക്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ താഴത്ത് എന്താ പറയുക, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീം അലവൻസ്, അതായത് 1 ഇഞ്ചോളം സീം അലവൻസ് വിടണം. ബാക്കി മുകളിൽ ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത്താണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം എത്ര വൈഡായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതുപോലെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയോ ഒരുപാട് നല്ല വൈഡായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിടുത്ത് കൂട്ടിയെടുത്താൽ മതി. എന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ലവ് ചിഹ്നം വരച്ചിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിൽ വേറെ ഒരു ഷേപ്പും കൂടി വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. സാറ്റിൻ്റെ ക്ലോത്തിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടൻ്റെ ക്ലോത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം.
സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആം ഹോളിൻ്റെ സൈഡ് മുതൽക്ക് മുകളിൽ ആ ഒരു നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗം, പിന്നെ ആം ഹോളിൻ്റെ ഭാഗം, പിന്നെ വരുന്ന ഭാഗം എന്ന് വെച്ചാൽ താഴത്തെ ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ആ സ്ട്രെയിറ്റ് ആയിട്ട് സൈഡിൽ ഷേപ്പ് ജോയിൻ ചെയ്യുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്, കാരണം അതുവഴിയാണ് നമ്മളിത് മറിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് എന്താ പറയുക, ചെറിയ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലോത്ത് മറിച്ചെടുക്കുക. ഇത് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും സെയിം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ ഇതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്ത പീസിൻ്റെ മുകളിലേക്ക് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതുപോലെ നെറ്റ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റ് വന്നിട്ട് നമുക്ക് ത്രെഡ് വർക്ക് വരുന്ന നെറ്റാണ്. അപ്പോൾ അതിൻ്റെ താഴ്വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ, അതായത് റാ പോലെ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ഷേപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു പീസ് വെച്ചിട്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് മറിച്ചെടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറിച്ചെടുത്ത തുണീൻ്റെ മുകളിലേക്ക് അതേപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ടിലെ പീസ് ഓർ ബാക്കിലെ പീസ് രണ്ടിലേതായാലും എന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 4 വശങ്ങൾ, അതായത് ലൈനിങ് എങ്ങനെയാണോ ഇരിക്കണതെന്ന് വെച്ചാൽ അത്രയും ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ നെറ്റിൻ്റെ ക്ലോത്ത് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ലൈനിൻ്റെ പുറത്തേക്ക് ആ ഒരു ത്രെഡ് വർക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സാധാ നോർമൽ നെറ്റാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കില്ല, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു ത്രെഡ് വർക്ക് വരുന്ന നെറ്റ് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും പീസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസ് എടുത്തിട്ട് കറക്റ്റ് ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശം, അതായത് തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നിന്ന് താഴേന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, കാരണം താഴെ നമ്മൾ സീം അലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ 1 ഇഞ്ച്, കാരണം നമുക്ക് നമ്മളെ സ്കേർട്ടിൻ്റെ പോർഷൻ അതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട. അപ്പോൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എത്രയെങ്കിലും വിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ലവ് ചിഹ്നം, അതായത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻവാസ് പേപ്പറിൽ വരച്ചിട്ട് നമ്മൾ അറിയാലോ നമ്മൾ സാധാരണ ഏത് തുണിയിലാണോ അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ആ തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു പീസ് ഉണ്ട്. അപ്പോൾ ആ പീസ് കറക്റ്റ് ആ പീസിൻ്റെ സെൻറ്ററും ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലെ പീസിൻ്റെ സെൻറ്ററും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ നമ്മൾ വയ്ക്കുക. എന്നിട്ട് ഉള്ളിൽ നമ്മൾ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം ഇന്നറിലുള്ള നമ്മുടെ ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി ഉള്ളിലുള്ള ഈ ഒരു ഷേപ്പും അതുപോലെ ക്ലോത്തും രണ്ടും കൂടി കട്ട് ചെയ്യുക. ചെറിയൊരു 1/4 ഇഞ്ചിൻ്റെ തുണി വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള തുണി ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ കട്ട് കൊടുത്തിട്ട് ഈ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കുക. അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ നമുക്കവിടെ പെർഫെക്റ്റ് ആയിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പ് അവിടെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്കവിടെ ചെറിയ രീതിയിൽ നമ്മുടെ എന്താ പറയുക നെറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ക്യാൻവാസ് പേപ്പർ കാണുന്നത് പോലെ ചെറിയൊരു രീതിയിലുണ്ടാവും. അതിപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഞങ്ങളുടെ എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെറിയൊരു 1/4 ഇഞ്ചിലൂടെ വരും കേട്ടോ. ഇനി നമ്മൾ കറക്റ്റ് ഈ ഒരു പീസിനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ വശം, അതായത് ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൻ്റെ മുകൾ വശം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഓപ്പണിങ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസ് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നെറ്റിൻ്റെ 2 കഷ്ണം പീസ് വേണം. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ അടിക്കുക. അതായത് നമ്മൾ പട്ടുപാവാടയും ബ്ലൗസിനൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ, പട്ടി കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ 2 ഭാഗത്തും ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം കട്ടി കുറച്ചിട്ട് ചെയ്യുക, അതായത് വീതി കുറച്ചിട്ട് ചെയ്യുക. മറ്റേ പട്ടുപാവാടയും ബ്ലൗസിനും നമ്മൾ 2 ഇഞ്ചൊക്കെ എടുത്തിട്ടാണ് ചെയ്യുക, കാരണം അത്യാവശ്യം വീതിക്കല്ലേ നമ്മൾ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ വീതി കുറച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ബാക്കി ഭാഗം പ്ലെയിനായിട്ട് നെറ്റായിട്ടിരിക്കുകയല്ലേ, വിസിബിൾ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വീതി കുറച്ചിട്ട് 2 വശത്തും ഇതേപോലെ നമുക്ക് ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 വശത്തും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നെറ്റിൻ്റെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നെക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബാക്കിലെ പീസ് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അടുത്ത പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി തുണി ഇതേപോലെ കട്ട് ചെയ്യുക. ഈ ക്രോസ് പീസ് എടുക്കുമ്പോൾ മാക്സിമം ചെറിയ പീസ്, അതായത് വീതി കുറഞ്ഞ പീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സാധാരണ നമ്മൾ ക്രോസ് പീസ് എടുക്കുമ്പോൾ 1 ഇഞ്ച് വീതിയൊക്കെ ഉള്ള പീസാണ് എടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ മാക്സിമം എന്താ പറയുക, ആ ഒരു വീതി പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ തയ്ക്കേണ്ടത്. നെറ്റ് ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലും നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ബാക്കിലും നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഷോൾഡറും കൂടി ജോയിൻ ചെയ്യാം. ഫ്രണ്ടിലെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിൽ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസ് തന്നെ എടുക്കണം കേട്ടോ. ഈ നെക്ക് ചെയ്യുമ്പോഴും അതായത് ഇതുപോലെ ആം ഹോളിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ക്രോസ് പീസ് തന്നെ എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ക്രോസ് പീസ് തന്നെ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ 2 ആം ഹോളിൻ്റെ സൈഡ് ഇതേപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങിലേക്ക് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം ചെറിയ ചെറിയ കുഞ്ഞു പ്രിൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താ പറയുക ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. അതുപോലെ കെട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ 2 ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സാറ്റിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്, കോട്ടൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് നല്ല പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ടൈപ്പ് ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യോക്കിൻ്റെ പോർഷൻ ഇതേപോലെ മറിച്ചിടുക. അതായത് നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ മറിച്ചിട്ടതിന് ശേഷം സൈഡ്, അതായത് കുട്ടീൻ്റെ എത്രയാണോ സൈഡിലെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അത് പ്രകാരം ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് സൈഡിലേക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് യോക്കിൻ്റെ പോർഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ യോക്കിൽ താഴ്ഭാഗത്ത് ആ ഒരു പ്രിൻറ്റിൽ, അതായത് ഒരു വർക്ക് വരുന്നുണ്ട്, ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, മെഷീൻ വർക്ക്, ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണ്ട. കാരണം അത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് യോക്കിൻ്റെ പോർഷൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 സൈഡൊക്കെ അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യോക്കിൻ്റെ പോർഷനിലേക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 1/2 ഇഞ്ചിൽ നമ്മൾ ഉള്ളോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഉള്ളോട്ടേക്ക് വെച്ചിട്ട് എന്താ പറയുക കറക്റ്റ് ആ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യരുത്. ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ റൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെയും അതായത് അയച്ചിട്ട് നമ്മൾ ചെയ്ത സ്റ്റിച്ച് പിന്നെയും അയച്ചിട്ട് നമ്മൾ പിന്നെയും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഉള്ളോട്ടേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് 2 സൈഡിൽ വരുന്ന ഭാഗങ്ങൾ 2 സൈഡിൽ തന്നെ വരുന്ന രീതിയിൽ വെച്ചിട്ട് പിൻകുത്തി കൊടുക്കുക. ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പിൻകുത്തി കൊടുക്കുക. പിൻകുത്തി കൊടുത്തിട്ട് ഈ ഒരു റൗണ്ട് മൊത്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. പിന്നെ ബാക്കിൽ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓപ്പൺ കൊടുത്ത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൂക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ ബട്ടൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ചധികം ഫ്ലവേഴ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് യോക്കിൽ വെച്ച് കൊടുക്കാനല്ല ഞാൻ മേടിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ആ ലവ് ചിഹ്നം ഉണ്ടല്ലോ, ഹാർട്ടിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേടിച്ചത്. പക്ഷെ ഇത് ചെറിയ കുട്ടീൻ്റെ അളവായതുകൊണ്ട് തന്നെ ഹാർട്ട് അത്രത്തോളം എടുത്ത് കാണിക്കുന്നില്ല. വലിയ ആളുകളുടെ അളവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിന്നേനെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായേനെ. അപ്പോൾ ഇത് ചെറിയ ഒരാളുടെ അളവായതുകൊണ്ട് അത് അത്ര തന്നെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഹാർട്ടിൻ്റെ അവിടെ ചുറ്റോടും ആ ഫ്ലവർ വെച്ച് കൊടുക്കാതെ സെൻറ്ററിൽ മാത്രം ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ്. ഞാൻ സെൻറ്ററിൽ ഫുള്ളായിട്ട് വെച്ച് നോക്കി, പക്ഷേ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ സെൻറ്ററിൽ ഒരെണ്ണം മാത്രമാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓറഞ്ചിന് പകരം വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളറും ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.